ഹലോ ആൾ ഇതൊക്കെ വരില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് കാണാം. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ആദ്യം സെൻറ്റർ പോയിന്റിലേക്കാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ റീൽസിൽ കണ്ടായിരുന്നു, സെൻറ്റർ പോയിന്റ് അല്ല വേറൊരു ഷോപ്പുണ്ട്, സെഞ്ചുറി വെഡ്ഡിങ് സെൻറ്റർ. ഇവിടെ സെഞ്ചുറി വെഡ്ഡിങ് സെൻറ്ററിൽ നമ്മുടെ പക്ക കേരള സ്റ്റൈലിലുള്ള നമ്മുടെ ടേസ്റ്റിനുള്ള അനുസരിച്ചുള്ള ഡ്രസ്സസ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ ടെക്സ്റ്റൈൽസിലൊക്കെ കയറിയൊരു ഫീൽ ആയിരുന്നു കേട്ടോ. ഒരു നിമിഷം ദമാമിലാണെന്നുള്ള കാര്യം മറന്നുപോയി. ചുരിദാർ മെറ്റീരിയൽ ആവട്ടെ, നല്ല ടോപ്സ് ആവട്ടെ, വെസ്റ്റേൺ വിയേഴ്സ് ആവട്ടെ, എല്ലാം നമുക്കിവിടെ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മളുടെ നാട്ടിലെ ഐറ്റംസ്, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് ഇത് അധികം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മലയാളീസ് ഷോപ്പാണ് ഈ ഒരു ഷോപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ നമ്മളുടെ ഇത് ഷോപ്പിംഗ് ആക്കാമെന്ന്. അപ്പം ഞാനിങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഷോൾസ് നമുക്കുണ്ട്, അതുപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടി വെയേഴ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ട്രയൽ ഔട്ട് ചെയ്തതാണ് ഇതെല്ലാം. എനിക്ക് ഈ ഒരു യെല്ലോ നല്ല ഇഷ്ടമായി. പിന്നെ ഈ ഒരു വയലറ്റ്, ഈ ഒരു പർപ്പിൾ കളറിൽ വരുന്ന ഒരു മൾട്ടി കളേഴ്സ് വരുന്ന കുറേ ടൈപ്സ് ഓഫ് കളേഴ്സ് വരുന്നൊരു ടോപ്പാണ് ഇത്. പിന്നെ ഇതൊരു കോഡ് സെറ്റാണ്. ഇത് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, ഇതും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വേറൊരു മെറ്റീരിയലാണ് ഒരു ലോങ് ആയിട്ട്. ഞാൻ ലോങ് അങ്ങനെ ഇടാറില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് ലോങ് തന്നെ എടുക്കാമെന്ന്, ലോങ് ആയിട്ടുള്ള വിയർ തന്നെ എടുക്കാമെന്ന്. അപ്പോൾ ഇതും എനിക്കന്ന് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ മാറ്റി വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഔട്ട്ലുക്ക്. അപ്പോൾ വേറൊരു കോഡ് സെറ്റാണ് ഈ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന ഒരു ഔട്ട്ഫിറ്റ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എപ്പോഴും ഞാൻ വെസ്റ്റേൺ വിയേഴ്സാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് കുറച്ച് എത്നിക് വിയേഴ്സ്, ലോങ് ആയിട്ടുള്ള വിയേഴ്സ് തന്നെ എടുക്കാമെന്ന്. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടമായി. ഇതിലൊക്കെ ഹിജാബ് നമ്മൾ സ്കാർഫ് ചുറ്റി കഴിഞ്ഞപ്പോൾ വേറൊരു ഭംഗി കിട്ടി ഗൈസ് ഇതിന്. ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ എൻ്റെ ഉമ്മാക്കും എൻ്റെ ബാബിക്കും ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവരും പറഞ്ഞു നല്ല ലോങ് ടോപ്പ് തന്നെ എടുത്തു, അതന്നെയാണ് ഭംഗി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ജെൻസിൻ്റെ സെഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വേറെ ഷോപ്പാണ്, അവിടെ ജെൻസിൻ്റെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ മാക്സിലേക്ക് വന്നിരിക്കുകയാണ് ജെൻസിന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നസീഫിന് എന്തെങ്കിലും കിട്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി നമ്മളിതാ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ യെല്ലോ പ്ലംസ് കഴിക്കുകയാണ്. യെല്ലോ പ്ലംസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും കഴിക്കുന്നതും. അത്രയേ ഉള്ളൂ. ബൈ ബൈ.